മോര് കറി ഉണ്ടാക്കി തരുമോ? അതിനെന്താടാ മോനെ, നിനക്കില്ലാത്ത മോര് കറിയോ? പണ്ടൊക്കെ ഒരു പയ്യും ഉണ്ടാവും എന്നും മോരുകറി തന്നെ മോരുകറി. ഈ മോരുകറി പറയണതേ പല തരത്തിലുണ്ടാക്കാൻ പറ്റും. ഇവൻ വേഗം ചോദിച്ചതല്ലേ, അപ്പൊ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. സിമ്പിളായിട്ട് ഇന്ന് നല്ല അടിപൊളി ഒരു മോരുകറി ഉണ്ടാക്കാം. അപ്പൊ എങ്ങനെ ഉണ്ടാക്കാന്ന് കാണാം. നമുക്കിനി ആദ്യം ഇതിലേക്കുള്ള അരപ്പൊന്ന് അരച്ചെടുക്കുക. അതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 5 ചെറിയ ഉള്ളി, ഒരു 5-6 ചീനമുളക്, 1/2 കപ്പ് തേങ്ങ, 2 കൊത്ത് കരിവേപ്പില. മക്കളെ, ഞാനിവിടെ എടുത്തിട്ടുള്ള തൈര് മീഡിയം പുളിയുള്ള തൈരാണ്. നല്ല കട്ട തൈര് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ നല്ല കുളുകുളുകുളുകുളൊന്നുണ്ടാവും. ഇനി നമുക്ക് ഈ ജാറിലേക്ക് ഈ തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 5 ചെറിയുള്ളി, 4-5 ചീനമുളക്, പച്ചമുളക് പകരമാണ് ചീനമുളക് ഇടുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിനൊന്ന് വെള്ളം ഒഴിക്കാതെ അരച്ചു കൊണ്ടുവരാം. ഇത് കണ്ടില്ലേ മക്കളെ, ഇപ്പം എങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ച തൈര് ഒഴിച്ചു കൊടുക്കാം. മക്കളെ, ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ഇടാനേ വിട്ടുപോയതാണ്, ഞാൻ ഇട്ടെന്നാ വിചാരിച്ചത്, പിന്നെ നോക്കുമ്പോൾ അത് ഇട്ടിട്ടില്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മഷി പോലെ അരച്ചു കൊണ്ടുവരാം. ഇത് കണ്ടില്ലേ മക്കളെ, ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കണം. ആദ്യം ഞാൻ ഒഴിച്ചു കൊടുക്കാത്ത എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ തേങ്ങയും ഇതൊക്കെ ഇട്ടില്ലേ, അപ്പോൾ അതിൽ അരയാൻ വല്ലതും ബാക്കി ഉണ്ടെങ്കിൽ നന്നായിട്ട് അരയാൻ വേണ്ടിയിട്ടാണ് ആദ്യം വെള്ളം ഒഴിക്കാത്തത്. ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നമുക്ക് മിക്സാക്കി കൊണ്ടുവരാം. ഇപ്പോൾ കണ്ടില്ലേ മക്കളെ, നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? നമ്മൾ ഇനി തൈര് കറി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പാത്രത്തിനൊന്ന് അടുപ്പത്ത് വെക്കാം, വെച്ചിട്ട് കത്തിക്കാം. ഇനി നമുക്കിത് മെല്ലെ ഇളക്കി ഒന്ന് നല്ല ചൂടായി വരട്ടെ. മക്കളെ, നമ്മൾ മോര് കറി ഉണ്ടാക്കുമ്പോൾ മോര് തിളയ്ക്കാൻ പാടില്ല കേട്ടോ, നല്ല ആവി വരാനേ പാടുള്ളൂ. തിളച്ചാൽ നമ്മുടെ മോര് കറിയുടെ ടേസ്റ്റ് അങ്ങ് പോയി കിട്ടും. അതുകൊണ്ടാണ് തിളയ്ക്കരുത് പറയുന്നത്. പറഞ്ഞല്ലേ പല രീതിയിൽ മോര് കറി ഉണ്ടാക്കാൻ പറ്റുന്നു, അതെങ്ങനെയൊക്കെയാ? പല രീതിയിൽ മോര് കറി ഉണ്ടാക്കാൻ പറ്റും. മോര് കറി എന്നും പറയും, തൈര് കറി എന്നും പറയും. തൈരയാണല്ലോ മോരാക്കണത്. പച്ചക്കായ ഇട്ടിട്ട് കഷ്ണങ്ങൾ ഇട്ടിട്ടും തൈര് കറി മോര് കറി ഉണ്ടാക്കാം. ചേന ഇട്ടിട്ടും മോര് കറി ഉണ്ടാക്കാം. കുമ്പളങ്ങ ഇട്ടിട്ട് മോര് കറി ഉണ്ടാക്കാം. വെള്ളരിക്ക കഷ്ണം മുറിച്ചിട്ടിട്ട് മോര് കറി ഉണ്ടാക്കാം. അങ്ങനെ പല പല കഷ്ണങ്ങൾ ഇട്ടിട്ട് മോര് കറി ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പല പല മോര് കറികൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. കളയല്ല, ഒരു ഇച്ചിരിയേ ഉള്ളു, എന്നിട്ട് അത് കളയുന്നു. ഇല്ലല്ല ഉമ്മ, പിന്നെ മറ്റേ എന്താ പറയാ, മോര് തൈര് അങ്ങോട്ട് ഒഴിച്ചിട്ട്, ചോറിൽ തൈര് അങ്ങോട്ട് ഒഴിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഉപ്പൊക്കെ ഇട്ടിട്ട്. അതിൽ ലേശം ചീനമുളകൊക്കെ ഇങ്ങനെ നിരടി ഇട്ടാ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. കറിയൊന്നും ഉണ്ടാവില്ല, അത് തന്നെ ഉണ്ടാവുള്ളൂ കറി. ഞങ്ങൾ മറ്റേ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, മണ്ണാർക്കാട്. അപ്പൊ ഇടക്കിടക്ക് മോര് കറിയാ, കുമ്പളങ്ങി ഇട്ടിട്ട്. ഇപ്പൊ കണ്ടില്ലേ മക്കളെ, നമ്മളെ മോര് കറി ഒന്ന് തിളയ്ക്കാനായിട്ടുണ്ട്, പതഞ്ഞു വന്നിട്ടുണ്ട്. എന്നാൽ തിളച്ചിട്ടില്ല. ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ നോക്കാം. മക്കളെ, നമ്മൾ മോര് കറി ഉണ്ടാക്കുമ്പോൾ ആദ്യം ഉപ്പിട്ട് കൊടുത്താലും ഇറക്കാൻ നേരത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഉപ്പിടാൻ. അത് എന്താന്ന് ചോദിച്ചാൽ പുളിനനുസരിച്ചിട്ട് ഇതിൽ ഉപ്പിടേണ്ടി വരും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇറക്കി വെക്കാം. ഇവിടെ ഇരിക്കട്ടെ മക്കളെ. ഇനി നമുക്ക് നമ്മുടെ മോര് കറിയിലേക്ക് ഇച്ചിരി കടുക് താളിച്ച് ഒഴിക്കാം. അതിന് ഞാനിതാ ഈ കുഞ്ഞു ചട്ടിയാണ് അടുപ്പത്ത് വെക്കണത്. ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിൽ 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ തൈര് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണതാണ് നല്ലത് കേട്ടോ. നിൽക്കട്ടോ.
ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണ് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. ഉലുവയും കടുകും ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പം കടുകും ഉലുവയും പൊട്ടിക്കഴിഞ്ഞ് ഇനി നമുക്കിതിൽ ഒരു 4 വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. മുളകൊന്ന് പൊരിഞ്ഞ് വരട്ടെ. മുളക് പൊരിഞ്ഞിട്ടുണ്ട്. ഒരു 4-5 ചെറിയ ഉള്ളി അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറായി വരട്ടെ. ഇപ്പം നമ്മുടെ ഉള്ളിയും മുളകും കരിവേപ്പിലയും ഒക്കെ നന്നായിട്ട് ഒരു ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തൈര് കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കിനി മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ മോര് കറി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ മക്കളാ, മോര് കറി നല്ല അടിപൊളിയായിട്ട് കാണാൻ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. മക്കളെ, ഇതാ നമ്മുടെ കുറുന്നലുള്ള മോര് കറി ചോറിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കുളുകുളായിട്ടുള്ള മോര് കറി ഉണ്ടല്ലേ. നമ്മുടെ മോരേറി കഴിച്ചോട്ടെ. അടിപൊളി കളറാട്ടോ. ഇതിൻ്റെ കൂടെ പപ്പടോ ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാവില്ലമ്മ. കട്ടിക്കുള്ള മോരേറി കേട്ടോ. ഇതിൻ്റെ കൂടെ ഉണക്കമീൻ വേണം എന്നാൽ സൂപ്പറായിരിക്കും. അതിനുള്ള ടൈം ഇവൻ തന്നിട്ടില്ലല്ലോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ചോറും മോരറിയും. മക്കളെ, എല്ലാവരും വീട്ടിലും മോരും തൈരൊക്കെ വാങ്ങണതാണ്. ഇത് കണ്ടില്ലേ, നമ്മൾ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ മോര് കറി റെഡിയായി. അപ്പോൾ ഇവൻ വേഗം ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയത്. കഷ്ണങ്ങളൊന്നും ഇടാതെയാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം.